ഓൾറെഡി കണ്ടപടി ഓൾറെഡി. ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേറുമീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാടൻ മീൻ പിടിച്ച് കഴിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതും കടയിൽ നിന്നൊക്കെ കിട്ടുന്നതും മീനിനകത്തും പച്ചക്കറിക്കകത്തൊക്കെ നല്ല വിഷമുള്ളതുകൊണ്ട് മാക്സിമം നമ്മളാൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് കഴിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നാടൻ മീനൊക്കെ കുറേ പിടിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ വീണ്ടും ചെറുമീൻ പിടിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു എക്സസൈസും ആവും. നമുക്കിന്ന് ഫിഷിങ് ചെയ്യാം. പിന്നത്തെ നമ്മുടെ ആദ്യത്തെ കാശിങ് അരിഷ്മയിലേക്കാണ്. അടിച്ചൊന്നും നോക്കണ്ട, ഒറ്റ പൊക്ക് പിന്നിങ് വലിച്ചെടുത്തോണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഞങ്ങൾ അറിയാൻ വന്നത്. ഗൈസ്, ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് വേറെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവല്ലേ, കണ്ടിട്ടില്ല. അതുകൊണ്ടോ നല്ല കിട്ടില്ല മഴക്കാറും അവിടുന്ന് കാണാം. അതിനെ പെയ്യൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷെ കാണുന്ന ഭംഗി ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട്. കുറേ നേരം ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ നല്ല ഒരു വൈബ് കിട്ടും. ഞങ്ങൾ ഒരു കഴിഞ്ഞ മാസം ഈ മാസം ആദ്യം ഞങ്ങൾ ആൻസിലൊക്കും ശ്യാമൊക്കെ ആയിട്ട് നമ്മളിവിടെ കുറച്ച് നേരം വന്നിരുന്നു. പക്ഷെ അന്ന് നല്ല വെയിലുള്ള സമയമായിരുന്നു. വെയിൽ വെച്ചാൽ മഴക്കാറ് ഇതുപോലെ ഇല്ലായിരുന്നു, നോർമൽ സന്ധ്യ സമയം. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നായിരുന്നു. അന്നും അടിപൊളിയായിരുന്നു. അന്ന് ഈ സൈഡിൽ ഒരു കളറും ഈ സൈഡിൽ വേറെ കളറായിരുന്നു. പക്ഷെ ഇന്നിപ്പം മൊത്തം ഒരു കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്ലൗഡി ഫീൽ. എന്തായാലും ഇപ്പം നല്ല തണുപ്പുണ്ട്. അന്ന് ഇച്ചിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. രണ്ട് വെറൈറ്റി സീനറിയിൽ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, ഞങ്ങൾ ജസ്റ്റ് വന്ന് ഇവിടെ പാട്ടൊക്കെ കേട്ടിട്ട് പോയി. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം. അവിടെ നല്ല കാറ്റും വരുന്നുണ്ട്, സൗണ്ടും വരുന്നുണ്ട്. അവിടെ മഴ പെയ്യുന്നതൊന്നും ഇവിടെ നിന്നാൽ ഫീൽ ചെയ്യും. നല്ല തണുത്ത കാറ്റ് അവിടെ ഇവിടെ കാണാനാണ് എന്റെ അടിപൊളി. ഇതിപ്പോ ഒരു ഫിഷ് കിട്ടിയില്ലെങ്കിലും വന്നത് എന്തായാലും നല്ല ഭംഗിയുള്ളത്.
ഗൈസ് അപ്പം ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. കാരണം വേറൊന്നുമല്ല, ഫിഷ് കിട്ടിയില്ലെങ്കിലും പോസ്റ്റ് ചെയ്യും. കാരണം ഇന്ന് നമുക്കൊന്നും അടിക്കുമെന്ന് തോന്നില്ല, ഒന്നും അനക്കമൊന്നും കണ്ടില്ല. പക്ഷെ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഞാൻ എന്തായാലും ചുമ്മാ എന്റെ ചാനലിൽ ഇടുന്നു. നമ്മൾ വന്നിരിക്കുന്ന എഴുമാന്തത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഭംഗി നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറെ താമരകൾ നിൽപ്പുണ്ട്. ഇതുണ്ടോ, മുട്ട ഉള്ളതും ഈ പന്തി വരുന്നതും ഇരിഞ്ഞതും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം കൊണ്ടും കാണാൻ നല്ല കണ്ണിന് അടിപൊളി കാഴ്ച. ഇത്രയും നേരം ഇവിടെ നിന്ന് ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം സംഭവം എന്തായാലും കൊള്ളാം. ഇപ്പം ഞങ്ങളുടെ ബാഗും ഞങ്ങളും നനയും, ബാഗും നനയും, ഫോണും നനയും, എല്ലാം നനയും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഫിഷിങ് ഇവിടെ വെച്ച് നിർത്തുവാണ്. പക്ഷെ എന്തായാലും ഇത്രയും ഭംഗിയുള്ള ഭാഗം കുറച്ചു നേരമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. കണ്ടപടി ഓർമ്മ കിട്ടില്ല മഴ. ഓ വെട്ട് 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 ഓടിക്കോ. അയ്യോ എന്റെ ചൂണ്ട ഉടക്കി, എന്റെ ചൂണ്ട ഉടക്കി. അപ്പൊ മഴയത്തിങ് ഓടുന്നതിനിടക്ക് ചൂണ്ടൊക്കെ ഉടക്കി ഏതാടൊക്കെ മേത്തൊക്കെ ഇവിടെ ചൊറിയുന്നുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു. മൊത്തം ഒരു എന്റർടൈൻമെന്റ് ആയി.